Hello, welcome to our channel European Petals. Biggest gut, danke. Hello, guten Tag. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ക്യാമറ മറിച്ച് പിടിക്കില്ലേ? ഓക്കെ. സോ നമ്മളിന്നൊരു മൂന്നാല് പേരുണ്ടോ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, കുറച്ച് ദിവസമല്ലേ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. സോ നമ്മളിന്നൊരു ചെറിയൊരു യാത്ര പോകണം കേട്ടോ. ഇനി മയക്കാലാണ്, പെന്തക്കുസ്താണ്. അപ്പോൾ ഗാൻസ് യൂറോപ്പ് അവധിയാണ്, അവധിയുള്ള ദിവസമാണ്. ചില സ്ഥലങ്ങളിൽ കടകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു 30 മിനിറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഹെങ്കിലോ എന്ന് പറയുന്ന നെതർലാൻഡ്സിലെ ഒരു സിറ്റിയാണ്, ബോർഡറാണ് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സോ അങ്ങനെ നമ്മൾ നെതർലാൻഡ്സ് ബോർഡർ റീച്ച് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞല്ലോ ഒരു 30 മിനിറ്റേ ഉള്ളൂ കേട്ടോ നമുക്ക് അവിടെ നിന്ന് വരാനായിട്ട്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, പക്ഷേ ത്രൂ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫയർ ടാഗ് ആയതുകൊണ്ട് തന്നെ ഗാൻസ് യൂറോപ്പ് ഫയർ ടാഗാണ്, ക്രിസ്ത്യൻ കൺട്രീസ് ആണല്ലോ. Okay, നമുക്ക് keine Ahnung. So gucken wir mal. Okay, wir machen eine Runde und finden wir etwas, ne? നമ്മൾ ചുമ്മാ ഇറങ്ങിയില്ല കേട്ടോ, ചുമ്മാ തന്നെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ. ഞാനിവിടെ വന്നിട്ടില്ല കേട്ടോ, ശരിക്കും പിന്നെ 30 കിലോമീറ്റർ ഉള്ളൂ. സ്റ്റാർട്ടിലായിട്ട് വന്നിട്ടില്ല, ത്രൂ പാസ് ചെയ്തിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഫയർടാഗാന്ന് പറഞ്ഞല്ലോ, അതായത് ഹോളിഡേ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ട്രെയിനിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഫയർടാഗ് ആയതുകൊണ്ട് ഷോപ്പുകളൊന്നും അധികമൊന്നും ഉണ്ടാവും, നമുക്ക് ഇന്ന് ഷോപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച വരെ വെയിലായിരുന്നു കേട്ടോ, അതായത് ഒരു 3-4 ദിവസം മുമ്പ് വരെ വെയിലായിരുന്നു. 2 ദിവസമായിട്ട് ചെറിയ മഴയുണ്ട്. ഇന്നിപ്പോൾ ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ജൂലൈയിലൊക്കെ നല്ല സമ്മറാണ്. അതായത് ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജൂൺ ജൂലൈയിലാണല്ലോ സമ്മർ. നമ്മുടെ ജർമ്മനി ഇതേപോലെ തന്നെ കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല. സെയിം സ്ട്രക്ചർ ഓഫ് ബിൽഡിങ്, സെയിം ഇത്. ലാംഗ്വേജ് മാത്രം എന്താ പറയുക, നീദർലാൻഡിഷ് സ്പ്രാഹ അല്ലെങ്കിൽ ഡച്ച് അല്ലേ, ഡച്ച് അല്ലേ, ഡച്ച് പീപ്പിൾ അല്ലേ ഇവിടെ, നെതർലാൻഡ്സ്. യാ ich mach dir also സോ നമ്മൾ ഇപ്പൊന്ന് ഫ്ലിങ്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് തന്നെ പേ ചെയ്യാൻ തോന്നുന്നു ഇവിടെ. ആണോ? കഴിഞ്ഞാണു ആൾക്കാരൊന്നും കാണുന്നില്ല. Nicht geöffnet? Ah, okay. Alles klar, danke. Also, തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. Don't worry. Wir essen Gyros. Das willst du das kaufen? Oh wow, sehr schön. ഒരു ഓൾഡ് കാറ്, എനിക്ക് തോന്നുന്നത് എന്തോ ഒന്ന് ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ സമ്മർ ഡ്രസ്സൊക്കെ. ഇതാണ് ഇവിടുത്തെ പള്ളി, ഹെങ്കലോയിലെ ടൗൺ. റൈനിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ സിറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലവും കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ഇപ്പം നമുക്ക് നടക്കാനും സ്ഥലങ്ങളൊക്കെ കാണാനും നല്ല രസമാണ് കേട്ടോ. ആൾക്കാരില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. റൈനേനെക്കാട്ടിലും വലുതാണ്, നമ്മുടെ സിറ്റിനെക്കാട്ടിലും വലുതാണ്. എന്തൊരു അഹങ്കാരത്തിലാണ് പറയണത്. Gehen gucken, entdecken, was es Neues gibt.
Ja, klar. Gucken wir mal. അടുത്ത് എന്താ ഉള്ളത് നമുക്കറിയില്ല. ജസ്റ്റ് നടന്ന് നോക്കാന്നാണ് പറയുന്നത്. ഓക്കെ, പോയി നോക്കട്ടെ എന്താ ഉള്ളത്. പുതിയതായിട്ട് കാണാനുണ്ടോ? ഇവിടുത്തെ സിഗ്നൽ ഒരു രക്ഷയില്ല കേട്ടോ. എത്ര നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതെങ്ങനെ വായിക്കുമോ? സിൽസ്ട്രാ മാക്ലാസ് ആവോ, വായിച്ചത് ശരിയാണാവോ? നമുക്ക് അവിടെ പോയിട്ട് അതൊരു ഐസ്ക്രീം ഷോപ്പാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഐസ് ഉണ്ടോ എന്ന് നോക്കാം. ഐസ് ഉണ്ട്, ഐസ് കഴിക്കാം. ഓക്കെ, ഞാൻ എന്തൊക്കെയോ ഇത്തിരി ഒരു ഇതായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാലാവസ്ഥ വ്യതിയാനം തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോന്ന്. Dania, wohin? Wohin? Weiß es nicht. Also, നമുക്ക് വഴിയൊന്നും അറിയില്ല. പുതിയ സ്ഥലമല്ലേ, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കാണുന്ന സ്ഥലത്തോടെ പോവാ. Und ich fotografieren. Wieso? Ein Dankeschön. Für die Gäste? Für die Zuschauer? Nein, Zuschauer, nein. Nein, für mich. Aber die haben alle Essen. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോലെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. പിന്നെ ചില രാജ്യങ്ങളിൽ വരുന്നവർക്ക് അറിയാം കേട്ടോ. എന്നാലും ഭൂരിഭാഗം പേരും ഇംഗ്ലീഷ് അറിയാത്തവർ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അത് നല്ലൊരു ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരുടെ കൂടെയാണ് നമ്മൾ കൂടുതലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർനാഷണൽ പീപ്പിളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും പറ്റും, ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വെഡ്ഡിങ് മോഡൽസ് ഗൗണൊക്കെയാണ് കേട്ടോ. ഇതൊന്നും അല്ല, കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഉണ്ട് കേട്ടോ. ശരിക്കും വൈറ്റും ഓഫ് വൈറ്റും, കൂടുതൽ ആൾക്കാരും വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ജർമ്മൻസ് ആണെങ്കിൽ തന്നെ. നല്ല രസമുണ്ട്. നമ്മൾ എന്തായാലും നമുക്ക് ട്രെയിനിന് നമ്മൾ തിരിച്ചു പോകണം. അപ്പം ട്രെയിനിന് കുറച്ചുകൂടെ ടൈമുണ്ട്. സോ നമുക്ക് ഇവിടെയുള്ള ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഡ്രസ്സും ചെരുപ്പും എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ പുറത്തെ ഡിസ്പ്ലേയിൽ കണ്ടു. നമ്മൾ പുറത്ത് തന്നെ ഡ്രസ്സാണ് അത്. എമ്മാണ്. അന്നേരം ഡ്രസ്സിട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയതൊന്നും തോന്നില്ല കേട്ടോ. ഇപ്പം എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ചിരി വരുന്നു. എന്തൊരു കോലാന്ന്. ഇപ്പം എന്നാ നടത്തില്ല, എനിക്ക് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മുഖത്ത് കുറേ പാടുകളോ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ എന്താ പറയുക, കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് അതിലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഡ്രസ്സൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വലിയ പ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല, റീസണബിളായിട്ട് തോന്നി, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ചെറിയ ഷോപ്പിംഗ് ചെയ്തു, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറോട്ട് തിരിച്ച് റൈനയിലോട്ട്. നമ്മൾ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നമ്മളുടെ സ്ഥലത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. വിശക്കണു. ഓക്കെ, സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഫയർ ടാഗ് ആയത്, അത് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ ഷോപ്പൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു തുർക്കി ഷോപ്പേ ഉള്ളൂ. പിസ്സയും ഡോണറൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഷവർമയിൽ അതുപോലത്തെ സാധനങ്ങൾ. വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയം എടുക്കും. നല്ല വിശപ്പുണ്ട്. നല്ല വെയിലായിട്ട് ഇപ്പോഴത്തേനും. രാവിലെ പോയപ്പം ചെറിയൊരു മഴക്കാറും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല വെയിലും നല്ല ചൂടാണ്.
നമ്മൾ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തോട്ടോ ഇരിക്കണേ. നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്നായോ HS വിശക്കണോ? ടയേർഡായി. വിശക്കണോ? നമ്മുടെ പിച്ച വന്നിട്ടോ. ഇതെന്താ കണ്ടിട്ട് ഓംലേറ്റ് പൊരിച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ പിസ്സ നന്നായിട്ട് ഈ ട്രഡീഷണലായിട്ട് കുക്ക് ചെയ്തെടുക്കില്ലേ, ചുട്ടെടുക്കുന്ന പോലെ ആ രീതിയിലാണ് കേട്ടോ. പിന്നെ നല്ല ക്രീം ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. കുറേ വെജിറ്റബിൾസും ചിക്കൻ്റെ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ എക്സാം കഴിയുന്നോടം വരെ കണ്ടിന്യൂസ്ലി വീഡിയോ വരുന്നുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഔഫ് വിഡസെയിൻ. Cheers.